മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരേ മഴയാണ്. കുറേ മഴ പെയ്ത് കഴിയുമ്പോൾ വിചാരിക്കും മഴ വേണ്ടായിരുന്നെന്ന്. അപ്പാടെ ചെളിയും പിളിയും ഒക്കെ തന്നെ ആയതിനെക്കൊണ്ട് പിന്നെ തുണികളൊന്നും ഉണങ്ങുന്നില്ല. അതൊക്കെ ആറിയിടുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു സ്മെല്ല്. ഇവിടെ ആണെങ്കിൽ എയർ ഹോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്വാർട്ടേഴ്സ് അല്ലേ. അപ്പം ജനൽ നമുക്ക് തുറന്നിടാനും പറ്റത്തില്ല, മഴവെള്ളം അകത്തേക്ക് അടിച്ച് കയറും. അപ്പം അപ്പാടെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഏട്ടനുള്ള ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല ഗുജറാത്തി അരി കൊണ്ടുള്ള ചോറും ഇന്നലെ ഞങ്ങൾ മലയാളി പീടികയിൽ പോയപ്പം അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അച്ചാറുണ്ട്, പിന്നെ മോരും വെള്ളരിയും കൂടെ കറി വെച്ചതാണ്. വെള്ളരി ഇങ്ങനെ വലിയ കഷ്ണമൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ട്, ഇത് സാധാരണ നമ്മളെ മത്തൻ കുമ്പളയിൽ ഇളവനാണ് ഇങ്ങനെ വെക്കുക കേട്ടോ, മത്തനല്ല ഇളവൻ. പിന്നെ നച്ചൂന് രാവിലെ ഞാനില്ലേ വൻപയർ പുഴുങ്ങിയിട്ട് കൊടുത്തതായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഏട്ടന് ഞാനൊരു തോരൻ പോലെ ആക്കി. പിന്നെ ഇന്നലെ അവിടെ നിന്ന് തന്നെ മലയാളി സ്റ്റോറിൽ നിന്ന് ഒരു അടപ്രഥമൻ്റെ മിക്സ് പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടന് അവിടെ ഡ്യൂട്ടി സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പായസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു നല്ല രസമുണ്ട്, നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പപ്പടവും പൊരിച്ച്. ഇനിയിപ്പം ഇത് കൊടുക്കണം. ഇന്ന് ബസ് നേരത്തെ പോവും, അതുകൊണ്ട് ഒരു 11:20 ആകുമ്പോഴത്തേക്ക് ഏട്ടനവിടെ ചോറ് കൊടുക്കണം. എന്നിട്ട് വേണം നച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അങ്ങനെ ഞാൻ മുടിയൊക്കെ വാർന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഏട്ടന് ഇത് കൊടുത്തിട്ട് വേണം അവളെ അങ്ങോട്ടേക്ക് പോകാൻ. റോട്ടിലൂടെ ഒന്നും പോയിക്കൂടെ, റോട്ടിൽ മൊത്തത്തിൽ വെള്ളം. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വരും. എന്ത് വെള്ളമാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം റോഡൊക്കെ മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മഴയും കൂടി വീഴാച്ചാൽ നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ ഉയർന്ന് ഇവിടെ ആകെ വെള്ളപ്പൊക്കം പോലെയാവും. താഴൊക്കെ ഇതാ അപ്പാടെ. ഇപ്പം നമുക്ക് ഗാർഡനിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, കാരണം അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്ത് വെള്ളമൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇതൊരു വയൽ പ്രദേശം പോലെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതാണായിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴ്ന്നു പോകാണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടേ.